ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിനു മുകളിലെ സ്വർണ്ണപ്പാളിയുടെ അറ്റകുറ്റപ്പണിയിൽ തുടങ്ങിയ കഥയാണ്. അത് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ആ സ്വർണ്ണപ്പാളിയുമായി നാടാന്തരം നടന്ന് പ്രദർശനം നടത്തുകയായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതൊന്നും അറിയാതെ ഒരു ദേവസ്വം ബോർഡും. സർക്കാരിനും ഇപ്പോൾ പറയാനുള്ളത് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ഈ ഒരൊറ്റ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നാണ്. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ അതാരുടെ കഴിവുകേടാണ്? ന്യൂസ് അറ്റ് 9 തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് വൻ പിരിവ്. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലടക്കം വിവിധയിടങ്ങളിൽ പൂജ നടത്തി. വിവരങ്ങൾ തേടിയാൽ അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് ജയറാം. സ്വർണ്ണപ്പാളി ഇളമ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും മൂവാറ്റുപുഴ പെരളിമറ്റത്തും എത്തിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. സ്വർണ്ണപ്പാളി വിവാദം സർക്കാരിനെതിരെ ആയുധമാക്കി കോൺഗ്രസും ബിജെപിയും. സമഗ്ര അന്വേഷണത്തിന് ആവശ്യപ്പെടുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഓപ്പറേഷൻ സിന്ദൂറിൽ 5 F-16 അടക്കം പാകിസ്ഥാന്റെ 10 പോർ വിമാനങ്ങൾ തകർത്തെന്ന് വ്യോമസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ. ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നത് പാകിസ്ഥാൻ മെനഞ്ഞ മനോഹര കഥയെന്നും എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. പാകിസ്ഥാന് കർശന മുന്നറിയിപ്പുമായി കരസേനാ മേധാവി. ഇന്ത്യയുടെ ഭാഗത്ത് നിന്നെപ്പോഴും സംയമനം പ്രതീക്ഷിക്കരുതെന്ന് ജനറൽ ഉപേന്ദ്ര. ഗാസയിലെ സമാധാന കരാറിൽ ഹമാസിന് അന്ത്യശാസനവുമായി ട്രംപ്. ഞായറാഴ്ചയ്ക്കുള്ളിൽ പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ ഹമാസിന് കാത്തിരിക്കുന്നത് നരകമെന്ന് മുന്നറിയിപ്പ്. ഇസ്ലാമിക് രാജ്യങ്ങളോട് ആലോചിച്ചെന്ന ട്രംപിന്റെ വാദം അംഗീകരിക്കാതെ പാകിസ്ഥാൻ. തങ്ങളുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചതല്ലെന്ന് പ്രതികരണം. കരൂർ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മദ്രാസ് ഹൈക്കോടതി. ആളുകൾ മരിച്ചു കിടക്കുമ്പോൾ കടന്നു കളയുന്നത് നേതാവിന് ചേർന്നതല്ലെന്ന് കോടതി. വിജയ്ക്കെതിരെ കേസെടുക്കാത്തത് എന്തെന്നും ചോദ്യം. ദുരന്തം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിൽ സർക്കാരും കത്തോലിക്ക സഭയും തുറന്ന പോരിലേക്ക്. ഭിന്നശേഷി സംവരണത്തിലെ ഒഴിവ് പട്ടിക നൽകാത്തതിന്റെ പേരിൽ നിയമനങ്ങൾ അംഗീകരിക്കാത്തതിനെതിരെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ്. NSSലെ നിയമനം മാത്രം അംഗീകരിച്ചത് അനീതിയെന്ന് മാർ തോമസ് തറയിൽ. സഭയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 67 വർഷം തടവ്. പാലക്കാട് പുതുനഗരത്ത് ജേഴ്സി വാങ്ങാനെത്തിയ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച CPM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി വ്ളാഡിമിർ പുടിൻ. യുക്രൈന് മിസൈൽ നൽകിയാൽ ഗുരുതര പ്രത്യാഘാതമെന്ന് മുന്നറിയിപ്പ്. ഇന്ത്യയെയും ചൈനയെയും തീരുവ കാട്ടി പേടിപ്പിക്കേണ്ട. റഷ്യൻ എണ്ണ വിതരണം തടയാനുള്ള നീക്കം ബൂമറാങ് ആവുമെന്നും പുടിൻ. ശബരിമലയിലെ തട്ടിപ്പുകൾ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഒപ്പം ചെന്നൈയിൽ നടൻ ജയറാമിന്റെ വീട്ടിലും എത്തിച്ച് പൂജ നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി. 2019 ശബരിമലയിലേക്കുള്ള നടവാതിൽ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ പൂജ നടത്തിയതിന്റെ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നു. തന്റെ വീട്ടിലും പൂജ നടത്തിയെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി വിവരങ്ങൾ തേടിയാൽ സഹകരിക്കുമെന്നും നടൻ ജയറാം ന്യൂസ് 18നോട് പറഞ്ഞു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് എന്നെ ബാംഗ്ലൂരിൽ നിന്ന്, അദ്ദേഹത്തിന് ഞാൻ ശബരിമലയിൽ വെച്ച് കാണാറുണ്ട്. അദ്ദേഹം മകരവിളക്കിനൊക്കെ വെച്ച് കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ചു, അയ്യപ്പന്റെ അങ്ങോട്ടേക്ക് പോകാൻ പോകുന്ന സ്വർണം എല്ലാം ശരിയാക്കി മെഡ്രാസിലെ ഒരു ഫാക്ടറിയിൽ അതൊക്കെ പണി കഴിഞ്ഞിരിക്കുന്നു, അടുത്ത ആഴ്ച കൊണ്ടുപോവാണ്. അപ്പൊ പോകുന്നതിന് മുമ്പ് വന്ന് അതിലേക്ക് ഒരു വിളക്ക് വിളിച്ച് തൊട്ട് തൊഴുത് പോയാൽ സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമല്ലേ. അങ്ങനെ അമ്പത്തൂരുള്ള ഫാക്ടറിയിൽ ഒരു പൂജ പോലെയൊക്കെ വെച്ചിരുന്നു അവര്. വീരമണി രാജു ഒരു പാട്ടൊക്കെ പാടി ഞാനത് പൂജയൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പോകുന്ന വഴിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ വീടിന്റെ പൂജാമുറിയുടെ അവിടെ കൂടി ഒന്ന്, അപ്പൊ വലിയ സംഗതിയില്ല, അപ്പൊ അത്രയും ഇറക്കാൻ പറ്റില്ല, ചെറുതായിട്ടുള്ളതെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ, ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ബുദ്ധിമുട്ടുമില്ല, താങ്കളെ പോലെ 50 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരാളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ എന്താണെന്ന് പറഞ്ഞ് നേരെ വൈകുന്നേരം കൊണ്ടുവരാന്ന് പറഞ്ഞു. ഞാൻ വേഗം വീരമണി രാജുവിനെയും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു. പിന്നെ തൊട്ടടുത്തുള്ള വീട്ടുകാരെയൊക്കെ വിളിച്ചു, ഇങ്ങനെ വരുന്നുണ്ട്, ഇത് കാണാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക്. അപ്പോ അവരെല്ലാരും വന്നു.
വീരമണി പാട്ടൊക്കെ പാടി എന്റെ വീടിന്റെ പൂജാമുറിയുടെ അവിടെ ഒരു അരമണിക്കൂർന്ന് വെച്ചു. എന്നിട്ട് അവരൊരു മാരുതി ഒമിനി വാനിലാണ് വന്നത്. അതിൽ കയറ്റി കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോട്ടോ കിട്ടു തന്നു. ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂരി അവിടെ ശബരിമലയിൽ ഇത് ഫിക്സ് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതൊരു മഹാഭാഗ്യമായിട്ടാണ് കരുതിയത്. അത് പിൽക്കാലത്ത് ഇങ്ങനെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആവുന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. 19 ആയിരിക്കാം, എനിക്ക് കൃത്യമുണ്ട്, ഏറ്റവും ഓർമ്മ കിട്ടുന്നില്ല. കോവിഡിന് തൊട്ടു മുമ്പാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കോട്ടയത്തെ ഇളമ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും എത്തിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. ക്ഷേത്രത്തിലെ ഉപദേശക സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായരാണ് വെളിപ്പെടുത്തിയത്. 2019 ഈ വാതിൽ കൊണ്ടുവന്നു. ഈ വാതിലിൻ്റെ ആദ്യ പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തേക്ക് തടിയിൽ തീർത്ത സാധനം ഇവിടുന്ന് ഗുരുവായൂർ കൊണ്ടുപോയി അവിടുത്തെ ഒരു നന്ദനാചാരി എന്ന ഒരു തച്ചനാണ് വാതിൽ പണിത് തിരിച്ചു കൊണ്ടുവന്നിട്ട് അത് ചെന്നൈക്ക് കൊടുത്ത് പ്ലേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയത്. അതിനുശേഷം ഈ മാർച്ച് 10-ാം തീയതി രാവിലെ ഒരു 6 മണിയോട് കൂടിയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവന്ന് ആനക്കോട്ടിൽ വെച്ചാണ് ഇതിൻ്റെ കവറിങ് തന്നെ പൊളിക്കുന്നത്. അതുവരെ അത് ഭദ്രമായിട്ട് തന്നെ ഇരിക്കുക, വഴിക്കങ്ങ് ഒരിടത്തും അഴിച്ചില്ല. അതിൻ്റെ സീല് അഴിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാണ്. നമ്മളെ മേശാന്തി അതിനൊരു പൂജ നടത്തി. അതിനുശേഷമാണ് ജയറാം പൂക്കൾ വന്ന് ഇത് അമ്പലപ്പുഴ പേട്ടകെട്ടുകാരുടെ ഒരു രഥം ഉണ്ടായിരുന്നു. അത് അലങ്കരിച്ച് ഘോഷയാത്രയായിട്ട് 8-10 അമ്പലങ്ങളിൽ പോയതിന് ശേഷമാണ് പമ്പയിലോട്ട് ചെല്ലുന്നത്. ഒരു 10-11 കൂടിയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്നത്. ദേവസ്വത്തിലെ ജീവനക്കാരുണ്ടായിരുന്നു, നമ്മുടെ പഴയ MLA പത്മകുമാർ ഉണ്ടായിരുന്നു, വിവിധ ആൾക്കാരുണ്ടായിരുന്നു. അതെ അതെ. മൂവാറ്റുപുഴ പെരളിമറ്റത്തും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളി എത്തിച്ചിരുന്നു. സ്പോൺസർ അജിത് കുമാറിന്റെ സഹോദരൻ അനിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 2019 സെപ്റ്റംബർ 11 ഒരു ഉച്ചയോടുകൂടിയാണ് ബാംഗ്ലൂരിൽ നിന്ന് ധാരപാലക വിഗ്രഹം നമ്മുടെ സഹോദരൻ അജികുമാറിൻ്റെ നേതൃത്വത്തിൽ പെരളിമറ്റത്തെ അദ്ദേഹത്തിൻ്റെ തറവാടായ ഈ വീട്ടിലെത്തിയത്. ഇവിടെ വന്ന് ഈ വീട്ടിൽ ആ വിഗ്രഹം വെക്കുകയും അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രമായ സർപ്പക്കാവിൽ വെച്ച് പാനകപൂജയും ഭക്തിഗാന സുതയും ഒക്കെ നടത്തി ശേഷം രാവിലെ ഒരു 3 മണിയോടുകൂടി ഈ ധാരപാല വിഗ്രഹമായിട്ട് പള്ളിക്കത്തോട് ഇളമ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരുപാട് വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. അതേസമയം സ്വർണ്ണപ്പാളി വിവാദം വലിയൊരു രാഷ്ട്രീയ പോരുകൂടിയായി മാറുകയാണ്. സർക്കാരിനെതിരെ ഒരു വലിയ ആയുധമാക്കി ഇത് ഉപയോഗിക്കുകയാണ് കോൺഗ്രസും BJPയും. ഇന്ന് രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഇരുവരുടെയും ഭാഗത്തുനിന്നുണ്ടായത്. ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ മാത്രമേ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. സ്വർണം പൂശണമെങ്കിൽ അതിന്റെ ആ അമ്പലത്തിന്റെ അവിടെ വെച്ച് തന്നെ പൂശണം. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആരാണ്? അപ്പൊ ദേവസ്വം ബോർഡ് അധികാരികൾക്കും സർക്കാരിനും എല്ലാവർക്കും കൃത്യമായ പങ്കുണ്ട്. ഇവര് അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. ഇതുമാത്രമല്ല, എന്തെല്ലാം ശബരിമലയിൽ നിന്ന് ഇവരെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ എന്ന് പ്രത്യേകമായ പരിശോധന നടത്തേണ്ട സമയമാണ്. ഇത് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ ഞെട്ടലുളവാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ്. കളവ് നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. സുതാര്യത ഇല്ലാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ക്ലിയറാണ്. യാതൊരുവിധ പ്രൊസീജിയർ ഫോർമാലിറ്റി ഇല്ലാതെ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് കൃത്യമാണ്. സ്വർണം ഒരുപാട് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതും വളരെ കൃത്യമാണ്. ശബരിമല ശ്രീകോവിലിനെ വിറ്റ് ചരക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിണറായി സർക്കാർ ആ കാലത്ത് നടത്തിയത്. ഒരു വശത്ത് ആചാരലംഘനത്തിന് കുടപിടിക്കുമ്പോൾ തന്നെ മറുവശത്ത് ശബരിമലയിലെ സ്വർണം, അത് ശ്രീകോവിലിലെ സ്വർണം, ആ സ്വർണം തന്നെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ആരും കേട്ടിട്ടില്ലാത്ത ഒരാളെ ഏൽപ്പിച്ചു കൊടുത്ത് സർക്കാർ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവനുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ, ക്ഷേത്രവിശ്വാസികളുടെ, ആ വിശ്വാസികളുടെ മുഴുവൻ തന്നെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിരിക്കുന്നത്. ഫലപ്രദമായ ഏജൻസിയെ നിയോഗിച്ച് അന്വേഷിക്കണമെന്നാണ് ഇക്കാര്യത്തിൽ CPMന്റെ നിലപാടെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കി. അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുമ്പ് പീഠത്തിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത്. അവസാനം പീഠം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിലാണ് പീഠം കടത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പൊ എല്ലാം അന്വേഷിക്കുമ്പോൾ കൃത്യമായിട്ട് വിവരം വരും. ധൃതി പിടിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക്.
സത്യസന്ധമായിട്ട് എന്താണ് കാര്യം എന്നുള്ളത് തിരിച്ചറിയുക തന്നെ വേണം. തിരിച്ചറിയുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് യാതൊരു തർക്കമേ ഞങ്ങളാളല്ലാന്ന് ഉറപ്പാണ്. വേറെ ആരെ വേണമെങ്കിലും സംശയിക്കാം. വിശകലനങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, കാര്യമായൊരു രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത് ഇപ്പോഴാണ്. സംശയങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഇതിപ്പോൾ വലിയൊരു തട്ടിപ്പാണ് നടന്നതെന്നും ആ തട്ടിപ്പ് അങ്ങനെ ആരും അറിയാതെ നടക്കുന്ന ഒന്നല്ല എന്നും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിന്, ദേവസ്വം ബോർഡിന് അങ്ങനെയൊന്നും കൈയൊഴിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി തന്നെ മാറ്റുകയാണോ കോൺഗ്രസും ഒപ്പം BJPയും? ശ്രീജ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുക വഴി SNDPക്ക് പിന്നാലെ NSS പോലും പരസ്യമായി സർക്കാരിനെ പിന്തുണച്ച് CPMനെ പിന്തുണച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സർക്കാർ പ്രതിക്കൂട്ടിലാകുന്ന നിലയിലേക്ക്, ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാകുന്ന നിലയിലേക്ക് ശബരിമലയിൽ തന്നെ ഈ ഒരു സംഭവം വളർന്ന് വലുതാവുകയാണ്. വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. 2019 ഇടത് ഭരണ സമയമാണ്. എങ്ങനെയാണ് ഈ പാളികൾ പുറത്തേക്ക് പോയതെന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആൾ ഏതെങ്കിലും തരത്തിൽ ഈ സംസ്ഥാനത്തെ ഒരു പ്രമുഖനാണോ, അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടോ, ശബരിമലയിലോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രമുഖ ക്ഷേത്രങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇതുവരെ ഒരു ബന്ധവും പറയാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെയുള്ള ഒരാളുടെ പക്കൽ എങ്ങനെ ശബരിമല പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഒരുപക്ഷെ ആ സ്വർണം പൂശി എന്നതിന് ആ സ്വർണത്തിൻ്റെ മതിപ്പിനേക്കാൾ നമ്മൾ കണ്ടതാണ് ഓരോ വീടുകളിലും കൊണ്ടുവയ്ക്കുമ്പോൾ ആളുകൾ അതിനെ എത്രമാത്രം ഭക്തിയോടെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്ത് നിന്നുള്ള അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഇത്തരം ഒരു വസ്തു അവരുടെ വീടുകളിലേക്ക് ചെല്ലുന്നത് അവർക്ക് വലിയ ജീവിതം തന്നെ ധന്യമാകുന്ന തരത്തിലാണ്. അങ്ങനെ ഈ സ്വർണ്ണപ്പാളി വെച്ച് പല തരത്തിലുള്ള ചൂഷണങ്ങളാണ്, അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് കോടികൾ തട്ടിയെടുക്കുക, ഈ സ്വർണം തന്നെ ഇളക്കി മാറ്റി അതിൽ നിന്ന് പണം തട്ടുക തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുന്നു. സ്വർണ്ണമല്ല ചെമ്പാണ് എന്ന തരത്തിലെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസ് ഈ വിഷയം ഇതിനകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു. BJP ഇതിനകം തന്നെ ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ ദേവസ്വം കമ്മീഷണറോ ഒക്കെ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത് ഇളക്കി കൊടുത്ത് വിടാൻ കഴിയുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, ഈ ദ്വാരപാലക ശില്പങ്ങളൊക്കെ നിർമ്മിച്ച അല്ലെങ്കിൽ അത് തയ്യാറാക്കിയ ശില്പി കുടുംബത്തിലെ അംഗങ്ങൾ പറയുന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോയ വസ്തുക്കളല്ല തിരികെ കൊണ്ടുവന്നത് എന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ കൊണ്ടുപോയ വസ്തുക്കൾ എവിടെ പോയി? അതിനപ്പുറത്തേക്ക് എറണാകുളത്തും കോട്ടയത്തും ഉൾപ്പെടെ ഇത് പല വീടുകളിലായി കൊണ്ടുവന്ന് പൂജിക്കുന്ന നിലയുണ്ടായി. അങ്ങനെ വീടുകൾ തോറും ഇത് കൊണ്ടുപോകാൻ ആരാണ് അനുവാദം കൊടുത്തത്? അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് അങ്ങനെ കൊടുക്കുമ്പോൾ അത് നവീകരിച്ച് തിരികെ കൊണ്ടുവരണം എന്ന കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് ഇത് പല വീടുകളിലും കമ്പനികളിലുമായി എത്തിയതെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. മാത്രമല്ല ശബരിമലയിൽ തന്നെ സ്വർണം പൂശേണ്ട ഒരു വസ്തു അത് പുറത്തേക്ക് പോയതെങ്ങനെയെന്ന ചോദ്യം അവശേഷിക്കുന്നു. UB ഗ്രൂപ്പാണ്, മല്യയുടെ ഗ്രൂപ്പാണ് 30 കിലോ സ്വർണം ശബരിമലയിൽ സ്വർണം പൂശുന്നതിന് സംഭാവനയായി നൽകുന്നത്. 999 ഇത് നൽകുന്നത്. അതിൽ 5 കിലോയോളം സ്വർണം ദ്വാരപാലക ശില്പങ്ങളിൽ ഉൾപ്പെടെ പൂശി എന്ന കാര്യമാണ് UB ഗ്രൂപ്പിൻ്റെ അന്നത്തെ ഇവിടുത്തെ പ്രവൃത്തികൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന വ്യക്തി വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെയാണ് ഇപ്പോൾ വിജയ് മല്യയെ പോലെ ഒരാൾ നൽകുന്ന സംഭാവന? വിജയ് മല്യ പിന്നീട് ലണ്ടനിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായി, സാമ്പത്തിക തിരിമറി അത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടു. പക്ഷേ ഇത്രയും വലിയൊരു ഗ്രൂപ്പ് നൽകിയ സ്വർണം നവീകരിക്കാൻ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു സാധാരണക്കാരനെ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചത് എന്നതിലാണ് ഏറ്റവും വലിയ സംശയം. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് മുകളിലേക്ക് ഇതിന്റെ ഇടപെടലുകൾ ഉണ്ട് എന്ന സംശയം ബലപ്പെടുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് ഇതേക്കുറിച്ച് അല്പം മുൻപ് മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ഇതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ തയ്യാറായില്ല. നേതൃത്വത്തിൽ അവരുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണ വിഷയമാണ്. ആ അന്വേഷണം നന്നായിട്ട് നടക്കട്ടെ. ആ അന്വേഷണത്തിലൂടെ കുറ്റവാളികൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കട്ടെ. അതാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. അതാണ് ഗവൺമെന്റിന്റെ സമീപനം. അതുതന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും സമീപനം. അതൊന്നും ഇവിടെ വിഷയമല്ലല്ലോ. ഈ ചോദ്യത്തിനായിരുന്നു, ഈ പ്രധാനപ്പെട്ട ചോദ്യത്തിനാണ് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ മറുപടി പറയാതെ പോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഇന്ത്യ വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ് പാകിസ്ഥാന്.
പാകിസ്ഥാന് കർശന മുന്നറിയിപ്പുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും സംയമനം പ്രതീക്ഷിക്കരുത്. പാകിസ്ഥാന്റെ ഭൂപടം തന്നെ ഇനിയൊരു പ്രകോപനമുണ്ടായാൽ മാറുമെന്ന് ജനറൽ ഉപേന്ദ്ര വ്യക്തമാക്കി. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന സക്രിയിൽ ഭീകരർക്കായി നിർമ്മിക്കുന്ന പരിശീലന കേന്ദ്രത്തിന്റെ നിർമ്മാണം അവസാനിപ്പിക്കണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. तो ये मैं आपको बताना चाहता हूं कि इस बार भारत देश पूरी तैयारी के साथ है और इस बार वो संयम नहीं रखेगा जो सिंदूर 1.0 में हमने संयम रखा। इस बार हम आगे की कार्रवाई करेंगे और कुछ ऐसी कार्रवाई करेंगे कि हो सकता है पाकिस्तान को सोचना पड़े कि उसे इतिहास में भूगोल में रहना है कि नहीं रहना। വളരെ നിർണായകമായ മറ്റൊരു പ്രതികരണം കൂടി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അത് ഓപ്പറേഷൻ സിന്ദൂറിൽ F-16 അടക്കം പാകിസ്ഥാന്റെ 5 ഫൈറ്റർ ജെറ്റുകൾ തകർത്തതായി വ്യോമസേനാ മേധാവി AP സിംഗ് നടത്തിയ വെളിപ്പെടുത്തലാണ്. C-130 അടക്കമുള്ള വിമാനങ്ങൾ പാകിസ്ഥാന് നഷ്ടമായതും വ്യോമസേനാ മേധാവി വെളിപ്പെടുത്തി. Pakistan losses are concerned. I think it was very clear. It was clearly spelled out in the initial debriefs also that we have struck a large number of their airfields, and we've struck a large number of their installations. And what we have gathered from whatever int reports we have got is that on ground, because of our strikes, there have been radars at least 4 places, command and control centers at 2 places, runway, of course, damaged at 2 places. Then 3 of their hangars in 3 different stations have been damaged. And in that hangar, as well as on tarmac, we have signs of one C-130 class of aircraft, one AEWC class of aircraft, and at least 4 to 5 fighter aircraft, most likely F-16, because that base happened to be F-16, which would have been under maintenance that time. ഇതിനിടെ പാക് അധീന കശ്മീരിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തമാവുകയാണ്. പോലീസ് വെടിവെപ്പിൽ ഇതുവരെ 12 പേരാണ് കൊല്ലപ്പെട്ടത്. 3 പോലീസുകാർക്കും ജീവൻ നഷ്ടമായി. ക്രമസമാധാന നില വഷളാകുന്നതിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആശങ്ക രേഖപ്പെടുത്തി. കലുഷിതമാണ് പാക് അധീന കശ്മീർ. സമീപകാലത്തെ ഏറ്റവും വലിയ പ്രക്ഷോഭം. 12 നിയമസഭാ സീറ്റുകളിൽ കശ്മീരി അഭയാർത്ഥികൾക്കുള്ള സംവരണം അവസാനിപ്പിക്കണമെന്നടക്കം 38 ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിഷേധത്തെ സുരക്ഷാ സേന നേരിട്ടതോടെ സമരം പലയിടത്തും അക്രമാസക്തമായി. 5 ദിവസം പിന്നിടുമ്പോൾ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് 12 പേർ, 3 പോലീസുകാരും മരിച്ചു. സമരം തുടങ്ങിയ 29-ാം തീയതി മുതൽ കടകളും വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികളുമായി POK പ്രധാനമന്ത്രി ചൗധരി അൻവറുൽ ഹഖ് ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. പ്രക്ഷോഭം വ്യാപിക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തിയ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രതിഷേധക്കാരോട് സംയമനത്തോടെ പെരുമാറാൻ സുരക്ഷാ സേനയ്ക്ക് നിർദ്ദേശം നൽകി. സുതാര്യമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഷഹബാസ് ഷെരീഫിന്റെ ഉറപ്പ്. പ്രശ്നപരിഹാരത്തിനായി രൂപീകരിച്ച സമിതി വിപുലീകരിക്കുകയും ചെയ്തു. പ്രതിഷേധത്തിന് അയവില്ലാത്തതിനാൽ മേഖലയിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഗാസ സമാധാന പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ ഹമാസിന് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തയാണിത്. 20 ഇന പദ്ധതി അംഗീകരിക്കാൻ ഞായറാഴ്ച വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. ട്രൂത്ത് സോഷ്യൽ വഴിയാണ് പുതിയ സമ്മർദ്ദവുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ നരകമാണ് കാത്തിരിക്കുന്നതെന്നാണ് ട്രംപിന്റെ ഭീഷണി. അതേസമയം ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന നിലപാടുമായി പാകിസ്ഥാനും രംഗത്തെത്തി. മനു ഭരത് വിവരങ്ങളുമായി. മനു, നേരത്തെ ഒരു സമയം പറഞ്ഞിരുന്നില്ല, ഹമാസിന്റെ പ്രതികരണം കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതൊരു അന്ത്യശാസനം, നരകമാണ് ഈ പദ്ധതി അല്ലെങ്കിൽ നരകം എന്നൊരു അന്ത്യശാസനത്തിലേക്ക് പോവുകയാണോ ട്രംപ്? ഏതാണ്ട് ആ രീതി തന്നെയാണ് ട്രംപ് തൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ട്രംപ് പറയുന്നത് ഇതുവരെ കാണാത്ത ഒരു നരകം കാണേണ്ടി വരും ഹമാസിന് എന്നാണ് അദ്ദേഹം കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഞായറാഴ്ച വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ ഇത് അംഗീകരിക്കണം. ട്രംപ് 20 ദിന പദ്ധതിയാണ് മുന്നോട്ട് വെച്ചത്. ആ പദ്ധതി അംഗീകരിച്ചുകൊണ്ട് ഹമാസ് അതിന് അംഗീകാരം നൽകണം എന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായും ആ പദ്ധതി അംഗീകരിക്കുന്നതോടെ ഹമാസിന് നിരായുധീകരിക്കേണ്ടി വരും. ഗാസയുടെ നിയന്ത്രണം
അവിടുത്തെ ഒരു ബോർഡ് ഓഫ് പീസിന് കൈമാറുകയും പിന്നീട് ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് കാര്യങ്ങളെ മാറ്റുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും ഹമാസിന് പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഒഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. കഴിഞ്ഞ തവണ ഇത് നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം ട്രംപ് ഈ 20 ദിന പദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഒരു 3-4 ദിവസത്തിനകം ഹമാസ് ഇതിലൊരു തീരുമാനം പറയണം, അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അതനുസരിച്ച് മുന്നോട്ട് പോകാം എന്ന നിലപാടാണ് വെച്ചത്. ഏതായാലും ഇതിൽ ഇസ്രായേലിനും ഈ പദ്ധതിയിൽ ഒരു ചെറിയ വിയോജിപ്പുണ്ട്. അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ ക്ലോസ് 19 പറയുന്നത് ഒരു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രത്തിലേക്ക് കാര്യങ്ങൾ നീക്കും എന്നതാണ്. പക്ഷേ അത് അംഗീകരിക്കാൻ ഇസ്രായേലും തയ്യാറായിട്ടില്ല. ഏതായാലും ഇത് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമായി നടത്തിയ ഒരു കൂടിയാലോചനയുടെ ഭാഗമാണ് ഇത്തരത്തിലൊരു 20 ദിന പരിപാടി താൻ പ്രഖ്യാപിച്ചതെന്ന് ട്രംപ് നേരത്തെ പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന തരത്തിൽ ഉള്ള പ്രതികരണങ്ങളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. പാകിസ്ഥാൻ മന്ത്രി ഇഷാഖ് ദാർ ഇന്ന് പാർലമെൻറ്റിൽ വ്യക്തമാക്കിയത് ഇത് പാകിസ്ഥാൻ അംഗീകരിച്ചതോ അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ചർച്ച ചെയ്ത ഒരു കരട് എങ്ങനെയായിരുന്നു ആ തരത്തിലല്ല ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ട്രംപിൻ്റെ പുതിയ കരട്. അതുകൊണ്ട് തന്നെ ഇത് എന്താണെന്ന് വ്യക്തതയില്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അപ്പോൾ നിലവിൽ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കരാറിന് പാകിസ്ഥാൻ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിൻ്റെ പിന്തുണയില്ല, പാകിസ്ഥാനും ഹമാസിനോടൊപ്പം നിൽക്കുന്നു എന്ന ഒരു സന്ദേശം കൂടിയാണ് ഇഷാഖ് ദാർ നൽകാൻ ശ്രമിച്ചത്. ഏതായാലും മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ നിർണായകമായ നിമിഷങ്ങളിലേക്കാണ് മിഡിൽ ഈസ്റ്റ് കടക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഒരു വലിയ യുദ്ധമുണ്ടാകാം, അല്ലെങ്കിൽ ഹമാസ് ഇവിടെ പൂർണ്ണമായ ഒരു കീഴടങ്ങലിന് തയ്യാറാകേണ്ടി വരും. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം ഇന്ന് പള്ളികളിൽ കേരളത്തിൽ പലസ്തീന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി സുന്നി മഹല്ല് ഫെഡറേഷൻ. പലസ്തീനിൽ നടക്കുന്നത് വംശഹത്യയാണെന്നും അതിനെതിരെ ലോകമെമ്പാടും നടക്കുന്ന പ്രതിഷേധങ്ങൾ ഫലം കാണുന്നുവെന്നും മലപ്പുറം പാപ്പാട്ടുങ്കൽ ജുമാ മസ്ജിദിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുത്ത അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് ശേഷം സുന്നി മഹല്ല് ഫെഡറേഷന് കീഴിൽ എല്ലാ പള്ളികളിലും പലസ്തീന് വേണ്ടി പ്രത്യേക ഐക്യദാർഢ്യ പ്രാർത്ഥനകൾ നടത്തും. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം പാപ്പാട്ടുങ്കൽ ജുമാ മസ്ജിദിലാണ്. ശ്രീ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പലസ്തീന് വേണ്ടിയുള്ള ഐക്യദാർഢ്യം അല്ലേ? പലസ്തീന് വേണ്ടി ഇന്ന് സുന്നി മഹല്ല് ഫെഡറേഷൻ ആഹ്വാനം ചെയ്ത പ്രകാരം കേരളത്തിലെ എല്ലാ മഹല്ലുകളിലും ഇതുപോലെയുള്ള പ്രതിഷേധ സംഗമങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനാ സദസ്സുകളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പലസ്തീൻ എന്ന രാഷ്ട്രത്തെ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആ ജനതയെ ജനോസൈഡ് ചെയ്യുകയാണ്, വംശനശീകരണത്തിന് വിധേയമാക്കുകയാണ്. അതിനെതിരെ ലോകം പ്രതികരിക്കുന്നതിൻ്റെ ഒരു ഫലം നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ UN-ന്റെ 80-ാം പൊതുസഭയിൽ നെതന്യാഹു പ്രസംഗിക്കുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും പ്രതിനിധികൾ 100-ൽ പരം രാജ്യങ്ങളുടെ പ്രതിനിധികൾ എഴുന്നേറ്റ് പോയി എന്നത് ലോകത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ 193ഓളം അംഗരാജ്യങ്ങളിൽ 151 രാജ്യങ്ങളും പലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ അസ്തിത്വം അംഗീകരിച്ചു. അപ്പോൾ പ്രതിഷേധങ്ങൾ ഫലം കാണുന്നു എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ 2 കാരണത്താൽ, ഒന്ന് ലോകത്തിൻ്റെ മനസാക്ഷി ഉണർത്തുന്നതിന് വേണ്ടിയും, 2 ഇതിൻ്റെ ഒരു ബാധ്യത ഓരോ മനുഷ്യനുമുണ്ട്. കാരണം അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുക എന്നത് മനുഷ്യത്വമുള്ളവരുടെ മാനവികമായ കടമയാണ്. ആ കടമ നമ്മൾ നിർവഹിക്കുന്നു എന്ന് മാത്രം. ഇടതുപക്ഷവും അതേപോലെ മുസ്ലിം ലീഗ് എല്ലാവരും പലസ്തീനോട് അണിനിരക്കുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ? പലസ്തീൻ പ്രശ്നം നമ്മളൊരു മതപരമായ പ്രശ്നമായിട്ടല്ല കാണുന്നത്. അതൊരു വംശ നശീകരണ പ്രവർത്തനമാണ്. ഒരു രാജ്യത്തെ ജനവിഭാഗത്തെ അവിടെ ജീവിക്കാൻ അനുവദിക്കാതെ ആ രാജ്യം തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ രാജ്യത്തിലെ ജനങ്ങളുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. ഇതൊരു മതത്തിൻ്റെ പോരാട്ടമായി ചെറുതാക്കാൻ കഴിയില്ല. ആ ജനകീയമായ ആ സമൂഹത്തിൻ്റെ ചെറുത്തുനിൽപ്പ് ഒരു സ്വാതന്ത്ര്യ സമരമാണ്. അവർക്ക് അവരുടെ നാട്ടിൽ ജീവിക്കാനുള്ള സൗകര്യമാണ്. അവർ നശിപ്പിക്കുന്ന പ്രവണതയ്ക്കെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കുന്നു എന്ന് മാത്രം. ഫലം കണ്ടു തുടങ്ങിയതിൻ്റെ പ്രതീക്ഷിക്കുന്നു. ഫലം കണ്ടു തുടങ്ങിയതിൻ്റെ ഫലമാണല്ലോ നെതന്യാഹു പോലും പ്രസംഗിക്കുമ്പോൾ UN സഭയിൽ 100 പേര് എഴുന്നേറ്റ് പോവുക. അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളിൽ ബഹുഭൂരിപക്ഷം, അപ്പോൾ യൂറോപ്പിൽ പോലും, ഇംഗ്ലണ്ട് പോലും ഇതിനെ അംഗീകരിച്ചു, UK അംഗീകരിച്ചു, അതുപോലെ തന്നെ പല രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇപ്പോൾ പലസ്തീൻ അംഗീകരിച്ചു. ഒരു കാലത്ത് പലസ്തീനെ എതിർത്തിരുന്ന ആളുകൾ, ഭൂരിഭാഗം അംഗങ്ങളും ഇപ്പോൾ അതിനെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നത് ലോക മനസാക്ഷി ഉണർന്നുകൊണ്ടാണ്. വരും ദിവസങ്ങൾ എങ്ങനെയാണ് ഈ കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പ്ലാനുകളുണ്ടോ? ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. PLO രൂപീകരിക്കപ്പെട്ടപ്പോൾ PLOയെ അംഗീകരിച്ച രാജ്യമാണ് ഇന്ത്യ. PLOക്ക് ഡൽഹിയിൽ ഓഫീസ് തുറന്നു കൊടുത്ത രാജ്യമാണ് ഇന്ത്യ. യാസർ അറഫാത്ത് ഒന്നിലധികം തവണ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി IK ഗുജറാളിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം വേദി പങ്കിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ അദ്ദേഹത്തെ ഒരു അതിഥിയായി സ്വീകരിച്ചിട്ടുണ്ട്. അതിലുപരി ഇന്ദിരാഗാന്ധി ജീവിച്ചിരിക്കുന്ന കാലത്ത് PLOക്ക് എല്ലാ സൗകര്യങ്ങളും ഇന്ത്യയിൽ ചെയ്തു കൊടുത്ത് അവിടെ രാജ്യം അംഗീകരിച്ചു. മാത്രമല്ല ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കുന്നതിന് വേണ്ടി പലസ്തീനെ വെട്ടിമുറിച്ച സമയത്ത് പലസ്തീൻ അങ്ങനെ വിഭജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ആ പാരമ്പര്യം പുലർത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പലസ്തീന് വേണ്ടിയുള്ള ഈ ഒരു പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഐക്യദാർഢ്യങ്ങളൊക്കെ ഫലം കാണുന്നു. ഒപ്പം തന്നെ രാജ്യം ഈ ഒരു വികാരം കണ്ടറിഞ്ഞ് ഒപ്പം നിൽക്കും അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുന്ന പ്രതീക്ഷ കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. മലപ്പുറത്തും CV അനുമോദിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.
വിജയിനെ കുടഞ്ഞ് ഹൈക്കോടതി. കരൂർ ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് മദ്രാസ് ഹൈക്കോടതി. കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലായതിനാൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹർജികൾ കോടതി തള്ളി. അതേസമയം വിജയ്ക്കെതിരെ ഇന്ന് കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ആളുകൾ മരിച്ചു കിടക്കുമ്പോൾ അവരെ ഉപേക്ഷിച്ച് കടന്നു കളയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ലെന്ന് കോടതി പറഞ്ഞു. അജയ് സുധാ ബിജു ഇന്നത്തെ കോടതിയുടെ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ നൽകും. TVKയുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഉന്നയിക്കാത്ത കടുത്ത വിമർശനങ്ങളാണ് ഇന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ ജസ്റ്റിസ് സെന്തിൽകുമാർ അധ്യക്ഷനായിട്ടുള്ള മദ്രാ ബെഞ്ച് ഉന്നയിച്ചിട്ടുള്ളത്. കരൂർ ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ, ഒരു SITയെ കോടതി രൂപീകരിച്ചിട്ടുണ്ട്. IPS ഓഫീസറായിട്ടുള്ള അസ്ര ഗർഗ് അധ്യക്ഷയായിട്ടുള്ള ഒരു പ്രത്യേക സമിതിയായിരിക്കും ഇത് അന്വേഷിക്കുന്നത്. നാമക്കൽ SP ഉൾപ്പെട്ട ഒരു സംഘം ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും. ഇവർ വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളും TVKക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളും പിന്നെ ഈ സംഭവം എങ്ങനെ ഈ ദുരന്തമുണ്ടായി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ അന്വേഷണം വിധേയമാക്കും എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ TVKക്കെതിരെയുള്ള വിമർശനങ്ങൾ നോക്കുകയാണെങ്കിൽ അവരുടെ അധ്യക്ഷനായിട്ടുള്ള വിജയ്ക്കെതിരെയാണ് ശക്തമായി കോടതി ആഞ്ഞടിച്ചിട്ടുള്ളത്. വിജയ് ഒരു നേതൃപാഠവും ഇല്ലാത്ത ആളാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ എങ്ങനെയാണ് വിജയ്ക്ക് അവിടെ നിന്നും നാട് കടക്കാൻ കഴിയുന്നത് എന്ന് കോടതി ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ്. വിഷയത്തിൽ കോടതിക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി പറയുകയുണ്ടായി. അതുപോലെ തന്നെ വിഷയത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോകം മുഴുവൻ അനുശോചനം അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അപ്പോൾ വിജയ് ഇതുവരെ വിഷയത്തിൽ ഒന്ന് ഖേദം പ്രകടിപ്പിക്കുകയോ ഒന്ന് മാപ്പ് പറയുകയോ ചെയ്തിട്ടില്ല. ഇത് താരത്തിൻ്റെ മനോനിലയാണ് സൂചിപ്പിക്കുന്നതെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലൊരു രാഷ്ട്രീയക്കാരന് ചേർന്നിട്ടുള്ള പണിയല്ല വിജയ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല TVK എന്തുകൊണ്ട് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ല? ഈ ഇത്തരമൊരു യോഗം സംഘടിപ്പിക്കുമ്പോൾ അവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം, കുടിവെള്ളം, പിന്നെ ശുചിമുറി തുടങ്ങിയിട്ടുള്ളവ ഒരുക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളാണ്. എന്തുകൊണ്ട് TVK അത് ഒരുക്കിയില്ല എന്നും കോടതി ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ TVKയുടെ സംസ്ഥാന നേതാക്കൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുണ്ട്. ഇതും TVK സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇന്നത്തെ ദിവസം. അതുമാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരെയും കടുത്ത വിമർശനമാണ് കോടതി ഉന്നയിക്കുന്നത്. വിജയ്ക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നുള്ള ചോദ്യമാണ് സംസ്ഥാന സർക്കാരിനെതിരെ കോടതി ചോദിച്ചത്. അതുപോലെ വിഷയത്തിൽ TVKക്കെതിരെ മൃദു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. പോലീസിന്റെ നിസ്സംഗതയിൽ കോടതിക്ക് ആശ്ചര്യമുണ്ട്. വിഷയത്തിൽ 2 പ്രാദേശിക നേതാക്കളെ അറസ്റ്റ് ചെയ്തതല്ലാതെ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ കോടതി ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ, ഈ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടു. 41 പേർ കൊല്ലപ്പെട്ടിട്ട് എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതെന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിനും തീർച്ചയായിട്ടും വലിയൊരു തിരിച്ചടി തന്നെയാണ്. എന്തായാലും വിഷയത്തിൽ തമിഴ്നാട്ടിൽ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സഭയും സർക്കാരും നേർക്കുനേർ. എയ്ഡഡ് കോളേജിലെ അധ്യാപക നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. NSSന് കൊടുത്ത ആനുകൂല്യം തങ്ങൾക്കും നൽകണമെന്ന് തോമസ് തറയിൽ ന്യൂസ് 18നോട് പറഞ്ഞു. ഭൂരിപക്ഷ വോട്ടുകൾക്ക് വേണ്ടി സർക്കാർ നീക്കം നടത്തുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ കവർന്നെടുക്കണോ എന്നാണ് തറയിലിന്റെ ചോദ്യം. ജനാധിപത്യ സർക്കാർ എല്ലാവർക്കും വേണ്ടി സമത്വത്തോടെ പ്രവർത്തിക്കണം, എല്ലാവർക്കും ഒരേ അവകാശങ്ങൾ നൽകാൻ തയ്യാറാകണമെന്നും വിവേചനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാർ തോമസ് തറയിൽ വ്യക്തമാക്കി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. എയ്ഡഡ് സ്കൂൾ സ്ഥാപനങ്ങളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്രൈസ്തവ സഭകൾ ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. സമരത്തിലാണവർ. പക്ഷേ സർക്കാർ അതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും സഭകളുടെ നിലപാടിന് ഫലത്തിൽ തള്ളി പറയുകയാണ്. എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മന്ത്രി V. ശിവൻകുട്ടി പറയുന്നുണ്ട്. എന്നോടൊപ്പം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലാണ് ചേരുന്നത്. ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ഈ സഭകളുടെ സമര രീതികളെ അടക്കം സംശയത്തോടെയാണ് മന്ത്രി കാണുന്നത്. എങ്ങനെയാണ് അതിനോടുള്ള ഒരു പ്രതികരണം? നമ്മളൊരിക്കലും സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ലല്ലോ. വളരെ സമാധാനപൂർണ്ണമായിട്ട് സർക്കാരിൻ്റെ
സേവന മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ എന്തുകൊണ്ട് സമരത്തിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്നു? കുറേ വർഷങ്ങളായിട്ട് ഈ ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ഭിന്നശേഷിക്കാർക്ക് 4% സംവരണം കൊടുക്കാം. നിയമനങ്ങൾ ഒഴിച്ചിടാമെന്ന് ഞങ്ങൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു, ഗവൺമെന്റിന്റെ സത്യവാങ്മൂലം കൊടുത്തു. ഈ പോസ്റ്റുകൾ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റ് ആൾക്കാരുടെ നിയമനങ്ങൾ അംഗീകരിക്കുക. ഇത് ഏറ്റവും ന്യായമായ ഒരു ആവശ്യമാണ്. ഇതേ ആവശ്യമായിട്ടാണ് NSS സുപ്രീം കോടതിയെ സമീപിച്ചതും അവർക്ക് അനുകൂലമായ ഒരു വിധി ലഭിച്ചതും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ആ ഒരു വിധിയുടെ ആനുകൂല്യം ഞങ്ങൾക്കും ലഭിക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയും അനുകൂലമായിട്ട് വിധിച്ചു. ഇപ്പോൾ സർക്കാർ പറയുന്നത് അഡ്വക്കേറ്റ് ജനറൽ അവർക്ക് ഉപദേശം കൊടുത്തിരിക്കുന്നു. അതായത് ഇത് കൊടുത്തില്ലെങ്കിലും ഇത് NSSന് മാത്രമുള്ള വിധിയാണ്, അതുകൊണ്ട് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളിലെയോ മറ്റു മാനേജ്മെൻറ്റുകളിലെയോ അധ്യാപകർക്ക് നൽകിയില്ലെങ്കിലും കോടതി അലക്ഷ്യമില്ല എന്ന് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ഇവരുടെ നിയമനങ്ങൾ അംഗീകരിക്കരുത് എന്ന് അർത്ഥമില്ലല്ലോ. സുപ്രീം കോടതിയുടെ വിധിയിൽ NSSന്റെ ബാക്കി എല്ലാ നിയമനങ്ങളും അംഗീകരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും മറ്റു മാനേജ്മെൻറ്റുകളുടെ അംഗീകരിക്കാമല്ലോ. എല്ലാവർക്കും ഒരേ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം നൽകാൻ ഉള്ള ഒരു മനസ്സുണ്ടാവണം. അത് പതിവായിട്ടത് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാവാം. ഭൂരിപക്ഷ വോട്ടുകൾ അവർ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് ആർക്കും എതിർപ്പില്ല. പക്ഷേ അതിനുവേണ്ടി ന്യൂനപക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ന്യായമായ അവകാശങ്ങളെ കവർന്നെടുക്കേണ്ടതുണ്ടോ? ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം പ്രതികരണങ്ങൾ നടത്തുമ്പോഴും മുഖ്യമന്ത്രിയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. കേരള കോൺഗ്രസ് ഉൾപ്പെടെ നടത്തിയ ഇടപെടലിനെയും അദ്ദേഹം പ്രതീക്ഷയോടെ കാണുകയാണ്. എന്തായാലും സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ, ചർച്ചകൾ ഇനി എങ്ങനെയുണ്ടാകും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് കാണാം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം G. ശ്രീജിത്ത്, News 18 കോട്ടയം. ഈ പ്രതിഷേധത്തിന് പിന്നാലെ സമരം ചെയ്യുന്നവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. അനുകൂലമായ കോടതി വിധി NSSന് മാത്രമാണ് ബാധകമായിട്ടുള്ളത്. അത് ചൂണ്ടിക്കാണിച്ച് എല്ലാവർക്കും അത് ബാധകമാണെന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്നാണ് നിയമോപദേശം കിട്ടിയതെന്നും സമാധാനമായി പോകുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്തെ സമാധാനം ഇല്ലാതാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്നും മന്ത്രി V. ശിവൻകുട്ടി പ്രതികരിച്ചു. 3% 4% ടോട്ടൽ സീറ്റിൽ റിസർവേഷൻ ഭിന്നശേഷിക്കാർക്ക് മാറ്റിവെക്കണമെന്നുള്ളതാണ് കോടതി വിധി എന്ന് പറയുന്നത്. അപ്പോൾ NSS വാങ്ങിയിരിക്കുന്ന വിധി എന്ന് പറയുന്നത് ഞങ്ങൾ മാറ്റിവെക്കാമെന്നുള്ള അഫിഡവിറ്റ് കൊടുക്കാം, മറ്റ് ജനറൽ കാറ്റഗറിക്ക് അപ്പോയിൻമെന്റ് നടത്താൻ ഉള്ള അനുവാദം തരണമെന്നുള്ളതാണ്. അപ്പോൾ അത് NSSന്റെ ഭാഗമായി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഈ ഇപ്പോൾ ആവശ്യക്കാർ പറയുന്നത്, ഈ സമരരംഗം നിൽക്കുന്നത് പറയുന്നത് NSSന്റെ വിധി വെച്ചിട്ട് ഞങ്ങൾക്കും ആനുകൂല്യം നൽകണമെന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അഡ്വക്കേറ്റ് ജനറലിന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അത് NSSന് മാത്രമുള്ള വിധിയാണ്. അപ്പോൾ ഓരോരുത്തരും കോടതിയിൽ നിന്ന് അവർക്ക് വിധി വാങ്ങേണ്ടതായിട്ടുണ്ട്. എന്തായാലും വളരെ സമാധാനപരമായിട്ടും ഒക്കെ പോകുന്ന ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നമ്മളൊരു ആ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനുവേണ്ടി ശ്രമിക്കുന്നത് ശരിയല്ല. ഇതാണ് കോടതിയുടെയും ഒക്കെ വിധി. പക്ഷേ അവരോട്ട് സംസാരിക്കാൻ തയ്യാറാണ്. സംസാരിച്ച പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കും. അതേസമയം അധ്യാപക നിയമനത്തിൽ സർക്കാർ കള്ളക്കളി അവസാനിപ്പിക്കണമെന്ന് മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. നിർഭാഗ്യകരമായ പ്രസ്താവനയാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും മോൻസ് വിമർശിച്ചു. അപ്പോൾ ഇത് വസ്തുതാപരമായി പരിശോധിക്കാനുള്ള സമീപനം ഗവൺമെന്റ് എടുക്കുക എന്നുള്ള ജനാധിപത്യ സംവിധാനത്തിൽ കടമയാണ്, ഗവൺമെന്റുകളുടെ കടമയാണ്. അപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും ഇത്തരം വിഷയങ്ങൾ കേരളത്തിന്റെ പൊതു പഠനരംഗത്തും പൊതുസമൂഹത്തിലുണ്ടാകും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ജനാധിപത്യ ഗവൺമെന്റുകൾ എടുക്കുന്ന പോസിറ്റീവ് നിലപാട് കൊണ്ടാണ്. വസ്തുതകൾ പരിശോധിച്ചാണ് ഇക്കാര്യങ്ങൾ പരിഹരിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം, ഭരണപരമായ ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. അത് ചെയ്യാതിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. ആ തെറ്റായ സമീപനം ഗവൺമെന്റ് തിരുത്തണം എന്ന് ആവശ്യപ്പെടുന്നു. അതേസമയം ഭിന്നശേഷി ഒഴിവ് വിവരം സർക്കാരിന് നൽകിയിട്ടും സർക്കാർ നിയമനം നടത്താതെ ഒളിച്ചു കളിക്കുകയാണെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനം. ഭിന്നശേഷി ഒഴിവ് സംബന്ധിച്ചുള്ള കണക്കുകൾ സർക്കാർ പുറത്തുവിടണമെന്നും കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. അധ്യാപക നിയമനത്തിന്റെ ഭിന്നശേഷി ആളുകളുടെ ലിസ്റ്റുകൾ സർക്കാരിന് കൈമാറിയിട്ടും
എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ആ ആളുകൾക്ക് നിയമനം നൽകുവാനായിട്ട് തയ്യാറാകാത്തത്? എന്നിട്ട് മാനേജ്മെന്റുകൾ ഭിന്നശേഷിക്കാരുടെ ലിസ്റ്റ് തരുന്നില്ല എന്ന് ആളുകളുടെ ഇടയിലേക്ക് തെറ്റായിട്ടൊരു പ്രചാരണം കൊടുക്കുന്നത് വളരെ ബോധപൂർവമാണ്. ഇതൊരു വർഗീയത സൃഷ്ടിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് വിചാരിക്കുകയാണ്. സമൂഹത്തിൽ ആളുകൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കി, മറ്റ് ജനവിഭാഗങ്ങളോട് ഭിന്നിപ്പുണ്ടാക്കി, ഈ നാട് സ്പർദ്ധയുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുവാനായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ അതിവിടെ നടപ്പില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ NSS നൽകിയ പരസ്യ പിന്തുണ, അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു പരസ്യമായ പോരിലേക്കാണോ സഭയും സർക്കാരും പോകുന്നത്? ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപന നിയമനത്തിന് അംഗീകാരം നൽകാത്തതുമായി ബന്ധപ്പെട്ട സർക്കാരും ക്രൈസ്തവ സഭകളും തമ്മിൽ കഴിഞ്ഞ കുറേ ദിവസമായി ഏറ്റുമുട്ടൽ നടത്തുന്നതിനിടെയാണ് തോമസ് തറയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസമായി സഭകളെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെ മന്ത്രി വി ശിവൻകുട്ടി നിലപാട് എടുത്തിരുന്നു. പല പരാമർശങ്ങളും തങ്ങൾ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ തങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നവരാണ്, നിയമവിരുദ്ധതയ്ക്കാണ് ഫലത്തിൽ സഭകൾ ശ്രമിക്കുന്നതെന്ന അടക്കമുള്ള ആരോപണങ്ങൾ മന്ത്രി ഉന്നയിച്ചിരുന്നു. അതിന് മറുപടിയുമായാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. ഫലത്തിൽ NSSന് കൊടുക്കേണ്ട കൊടുത്ത ആനുകൂല്യങ്ങൾ തങ്ങൾക്കും കിട്ടിയാൽ മതി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുകയാണ് സഭ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സമത്വത്തോടെ പ്രവർത്തിക്കുകയാണ് സർക്കാരുകൾ ചെയ്യേണ്ടത്, എല്ലാവർക്കും വേണ്ടിയാണ് സർക്കാരുകൾ പ്രവർത്തിക്കേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ച് ഇവിടെ ഒരു വിവേചനമാണ് ഫലത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ് തോമസ് തറയിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. നമുക്കറിയാം, ഭൂരിപക്ഷ വോട്ടുകൾക്ക് വേണ്ടി പല ശ്രമങ്ങളും സർക്കാർ നടത്തുന്നു എന്ന സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ച് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ NSS, SNDP ഉള്ള സാമുദായിക സംഘടനകളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് സഭ ഇത്തരത്തിലൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ എടുത്ത് കാണാനുള്ളത്, ഭൂരിപക്ഷ വോട്ടുകൾക്ക് വേണ്ടി സർക്കാർ ശ്രമിച്ചോട്ടെ, പക്ഷെ ന്യൂനപക്ഷങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ കവർന്നെടുക്കണോ എന്ന ചോദ്യം കൂടി ഉയർത്തുകയാണ് തോമസ് തറയിൽ ചെയ്യുന്നത്. തീർച്ചയായും സർക്കാരിന് ഒരു പരിധിയിൽ ഇത് പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിസന്ധിയിലാക്കുന്ന നിലയിലല്ല മന്ത്രിയുടെ പ്രതികരണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഏതാണ്ട് 16,000-ലധികം കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ നിയമനത്തിലാണ് ഈ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. നേരത്തെയുള്ള മലയോര പ്രശ്നമോ അല്ലെങ്കിൽ കുട്ടനാടിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൂപതിവ് ചട്ട ഭേദഗതിയോ ഒക്കെ അതിനൊക്കെ പരിഹാരമുണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് സഭകളുടെ മാനേജ്മെന്റുകളുമായി ബന്ധപ്പെട്ട സ്കൂളുകളിലാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആണ് റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ മന്ത്രിയും മറ്റ് MLA-മാരും എല്ലാം ചേർന്നുകൊണ്ട് മന്ത്രിയെ സമീപിച്ചത്. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ സന്ദർശിച്ചത്. പക്ഷേ അതിനുശേഷവും മന്ത്രി ഇതിലൊരു നിലപാട് മയപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ഇതിലാണ് ഇപ്പോൾ ഒരു രൂക്ഷമായ പ്രതികരണവുമായി സഭ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കെ ഇതായിരിക്കില്ല, ഇത് ശിവൻകുട്ടി മന്ത്രി പറയുന്നത് ആയിരിക്കില്ല സർക്കാർ നിലപാട്. മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കും എന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ 16,000-ഓളം അധ്യാപകരുടെ നിയമനാംഗീകാരം ഫലത്തിൽ നൽകുക എന്നുള്ളത് സർക്കാരിന് വലിയൊരു സാമ്പത്തിക ബാധ്യതയായിരിക്കും. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിനെ എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ട വിഷയമാണ്. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് വലിയ മധ്യ കേരളത്തിൽ ഉള്ള സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യക്ഷൻ തന്നെയാണ് തോമസ് തറയിൽ. അദ്ദേഹം സിറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഫലത്തിൽ ഈ പാലയും കാഞ്ഞിരപ്പള്ളിയും എല്ലാം ചേർന്ന് വരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ ഫലത്തിൽ പ്രതിസന്ധിയിലാക്കുകയാണ്. എങ്ങനെയാണ് ഇനി ഈ വിഷയത്തിലൊരു പരിഹാരമുണ്ടാകുക എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. സോളിഡാരിറ്റിയുടെ ചർച്ച മുന്നിൽ വെക്കുന്നതെന്ത്? മതരാഷ്ട്രവാദം വീണ്ടും സജീവമാക്കാൻ ഒരുങ്ങുകയാണോ ജമാഅത്തെ ഇസ്ലാമി? സ്ഥാപക നേതാവ് മൗദൂദിയുടെ ആശയങ്ങളിലൂന്നി ഇസ്ലാമിക രാഷ്ട്രീയ ചിന്ത എന്ന വിഷയത്തിൽ സംഘടനയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റി മലപ്പുറത്ത് ചർച്ച സംഘടിപ്പിച്ചിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് നേരത്തെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ UDF നേതൃത്വത്തെ കൂടി വെട്ടിലാക്കുന്നതാണ് ഈ നീക്കം. ഭൂരിപക്ഷ വിഭാഗങ്ങളുമായി ഇടതുമുന്നണി കൂടുതൽ സഹകരണത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് UDFുമായി സഹകരിക്കുന്ന സംഘടനയുടെ വിവാദ നീക്കം. CV അനുമോദ് വിവരങ്ങൾ നൽകും. സയ്യിദ് മൗദൂദിയും
ഷെയ്ഖ് ഖർദാവിയും ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയും വികാസവും എന്ന വിഷയത്തിലായിരുന്നു ചർച്ചാ സദസ്സ് സോളിഡാരിറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചത്. നേരത്തെ ഇത് മാധ്യമങ്ങളെയെല്ലാം അറിയിച്ച് പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ചർച്ചയായിരുന്നെങ്കിൽ ഇത് വിവാദമായതോടെ അതൊരു ഇൻഹൗസ് ചർച്ചയാക്കി മാറ്റി. അവിടേക്ക് മാധ്യമങ്ങൾക്കോ മറ്റു പൊതുജനങ്ങൾക്കോ പ്രവേശനം നൽകിയില്ല. അതായത് ഇത് പൊതുജനങ്ങൾക്കിടയിൽ പൊതു സദസ്സിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം സോളിഡാരിറ്റി തീർത്തിട്ടുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ ആ ഒരു വിഷയം വലിയ തോതിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്, വിവാദമായിട്ടുണ്ട്. നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വെൽഫെയർ പാർട്ടി മൗദൂദി ആശയങ്ങൾ പിന്തുടരുന്ന തരത്തിലല്ല അവരുടെ നിലപാടെന്ന് VD സതീശൻ പറഞ്ഞിരുന്നു. അതായത് വെൽഫെയർ പാർട്ടി അവരുടെ ഇത്രകാലം തുടർന്നിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട്, രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നൊരു നിലപാടായിരുന്നു VD സതീശൻ പറഞ്ഞിരുന്നത് ജമാഅത്തെ വെൽഫെയർ പാർട്ടി ഒപ്പം കൂട്ടുന്നതിന്. എന്നാൽ അതിന് മാസങ്ങൾക്കിപ്പുറം വെൽഫെയർ പാർട്ടിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റി മൗദൂദിയൻ ആശയങ്ങൾ പിന്തുടർന്നുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നതോടെ ഈ വിഷയം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വീണ്ടും വിവാദമാവുകയാണ്. അതായത് ഇടതുപക്ഷം ഇപ്പോൾ തന്നെ ആ വിഷയത്തിൽ വലിയ തോതിൽ തന്നെ ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ലീഗിലൂടെ ജമാഅത്തെ ആശയങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനാണ് വെൽഫെയർ പാർട്ടി ശ്രമിക്കുന്നത് എന്നൊരു ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. അതിന് ഉപോത്ബലകമായിട്ടാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങളെ അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഈ തീവ്ര സംഘടനകൾ എന്ന ഇടതുപക്ഷം വിശേഷിപ്പിക്കുന്നവരുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് UDF-നെ എന്ന വാദം അവർ വീണ്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഉന്നയിക്കും. അത് വലിയ തോതിൽ തന്നെ ചർച്ചയാക്കും. ഒരുപക്ഷെ ഒരു വശത്ത് ഇപ്പോൾ UDF ആരോപിക്കുന്നത് പോലെ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഹൈന്ദവ വിഭാഗങ്ങളെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നതിന് അതിനോടൊപ്പം തന്നെ ചേർത്ത് ഇടതുപക്ഷം ഈ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ചർച്ചകളെയും അവരുടെ ചർച്ചാ സദസ്സുകളെയും കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വലിയ തോതിൽ തന്നെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് അപ്പുറം ചർച്ചയാകും. എന്താണെങ്കിലും ഇതൊരു ഇൻഹൗസ് ചർച്ചയായതുകൊണ്ട് ഞങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച കിട്ടില്ല എന്ന് സോളിഡാരിറ്റിക്ക് പറയാമെങ്കിൽ പോലും ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ അവരുടെ നിലപാട് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ RSSൻ്റെയൊക്കെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സമാനമായിട്ട് മൗദൂദിയുടെ ആശയങ്ങൾ എന്താണ് എന്നുള്ളത് ജനങ്ങൾ അറിയട്ടെ എന്നതുകൊണ്ടാണ് ഈ ചർച്ചകൾ സംഘടിപ്പിക്കുന്ന എന്നൊരു നിലപാടാണ് അവർ മുമ്പ് സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് ഇൻഹൗസ് ചർച്ചയാണെങ്കിൽ പോലും അത് വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്രങ്ങൾ സംഘടിപ്പിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തിൽ വലിയ ചോദ്യങ്ങൾ വരും. ലീഗും കോൺഗ്രസും ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതായിട്ട് വരും. നിലവിൽ അവർ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത് നിലവിൽ പറയുന്നത് ലീഗ് അത് അവർക്ക് അറിയുന്ന കാര്യമല്ല എന്നുള്ള തരത്തിലാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ അവർ ഉത്തരം പറയേണ്ടതായിട്ട് വരും. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് അടുത്ത് നിൽക്കുകയും വെൽഫെയർ പാർട്ടി ഏകദേശം ഇപ്പോൾ UDF-ന്റെ പ്രഖ്യാപിത ഘടകകക്ഷിയല്ല എന്നേ ഉള്ളൂ, UDF-നൊപ്പം തന്നെയാണുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ വെൽഫെയർ പാർട്ടിയും മറുപടി പറയേണ്ടതായിട്ട് വരും. എന്നാണെങ്കിലും തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ വിഷയങ്ങൾ രാഷ്ട്രീയമായിട്ട് വലിയ ചർച്ചകൾക്കാണ് തുടക്കമിടുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗ്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ച VD സതീശനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രതികരണമാണ് പഞ്ച് ഡയലോഗ്. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ന്യൂനപക്ഷ വർഗീയ ശക്തികൾക്ക് UDF ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അതായത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വർഗീയവാദികൾക്ക് ലീഗും കോൺഗ്രസും അത് ഉൾക്കൊള്ളുന്ന UDF-ഉം ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. ഈ RSS വിഭാഗവും ഈ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ടാണ് നിലകൊള്ളുന്നതും ഈ രണ്ട് വിഭാഗവും ഇന്ത്യൻ ഭരണഘടന മുന്നോട്ടേക്ക് വെക്കുന്ന മതനിരപേക്ഷ നിലപാടിനെയും ഫെഡറലിസം, ജനാധിപത്യം തുടങ്ങിയ കാഴ്ചപ്പാടുകളെയും നിരാകരിക്കുന്ന വിഭാഗമാണ്. ഈ രണ്ട് മതവർഗീയ ശക്തികളെയും എതിർത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഭരണഘടനയെയും ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തെയും സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം മറുപടി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കടുത്ത ഭാഷയിൽ മറുപടിയുമായി റഷ്യൻ പ്രസിഡന്റ്. യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകാനുള്ള തീരുമാനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ത്യയും ചൈനയെയും തീരുവ കാട്ടി പേടിപ്പിക്കേണ്ടെന്നും പുടിൻ പറഞ്ഞു.
റഷ്യൻ എണ്ണയുടെ വിതരണം തടയാനുള്ള നീക്കം US തന്നെ ബൂമറാങ് ആകുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. തീരുവ കാട്ടി ഭയപ്പെടുത്തേണ്ട, ഇന്ത്യക്ക് എന്തെങ്കിലും കുറവ് വന്നാൽ അത് നികത്താൻ തങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്ത് പിന്തുണയ്ക്കും തങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അത് പ്രത്യക്ഷമായ ഒരു ശക്തമായ മറുപടി കൂടിയാണല്ലോ. അതെ, തീർച്ചയായിട്ടും ശ്രീജ. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇത്രയും നാൾ റഷ്യക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന വിവിധ പരാമർശങ്ങൾക്കുള്ള മറുപടി ഒരു പാക്കേജായിട്ട് തന്നെ പുടിൻ നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഈ വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ട് നടത്തിയ പ്രത്യേക ചർച്ചയ്ക്ക് ശേഷം നടത്തിയ പരാമർശമാണ് റഷ്യയെ കൂടുതലായിട്ട് ചൊടിപ്പിച്ചത്. ആ ഒരു ചർച്ചയ്ക്ക് ശേഷം സെലൻസ്കിയുമായി ഓൺലൈനായി നടന്ന ചർച്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് റഷ്യ യാതൊരു ലക്ഷ്യവുമില്ലാതെയാണ് ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ യുദ്ധം കടലാസിൽ മാത്രമാണ്, റഷ്യ കടലാസ് പുലികളാണ് എന്നുള്ളൊരു പരിഹാസം ട്രംപ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, യുക്രൈന് ഈ നാറ്റോയുടെയും പിന്നെ US-ൻ്റെ സഹായത്തോടുകൂടി റഷ്യ പിടിച്ചെടുത്ത പല പ്രദേശങ്ങളും തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അലാസ്കയിൽ വെച്ച് ഈ പുടിനുമായിട്ടും സെലൻസ്കിയുമായിട്ടും നടത്തിയ സംയുക്ത ചർച്ചയിൽ അതിൽ നിന്നുള്ള സംയുക്ത ചർച്ചയിൽ വന്നിട്ടുള്ള അതിൽ നിന്ന് അവർ ഒന്നിച്ചെത്തിയിരുന്ന ചില തീരുമാനങ്ങളിൽ നിന്നിട്ടുള്ള ഒരു പിന്നോട്ടുള്ള ഒരു വലിവ് കൂടിയാണ് ട്രംപ് നിലവിൽ നടത്തിയിട്ടുള്ളത്. അന്ന് ട്രംപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അത് വിട്ടുകൊടുക്കാനായി യുക്രൈൻ തയ്യാറാകണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ നിന്നുള്ള ഒരു പിന്നോട്ട് പോക്കാണ് ട്രംപ് കാണിച്ചത്. ഇതിനുള്ള തക്കതായിട്ടുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ നിലവിൽ പുടിൻ നൽകിയിട്ടുള്ളത്. US-ൻ്റെ നാറ്റോയുടെ സൈനിക ശേഷിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു ചോദ്യമാണ് പുടിൻ ഉന്നയിച്ചിട്ടുള്ളത്. ഞങ്ങൾ കടലാസ് പുലികളാണെങ്കിൽ നിങ്ങൾ ആരാണ് എന്ന് പരിഹാസ രൂപേണ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകാൻ വേണ്ടി നൽകുമെന്ന് US പറഞ്ഞിരുന്നു. ദീർഘദൂര മിസൈലുകൾ 2500 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്ന തമഹോക്ക് മിസൈലുകളാണ് നൽകാൻ തീരുമാനിച്ചിരുന്നത്. ഇത് യുക്രൈന് നൽകുകയാണെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പുടിൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും നേരെയുള്ള തീരുവ യുദ്ധം, ഇത്തരത്തിൽ തീരുവ ചുമത്തിക്കഴിഞ്ഞാൽ US എണ്ണയ്ക്കുള്ള റഷ്യൻ ഇത്തരത്തിൽ തീരുവ ചുമത്തി റഷ്യൻ എണ്ണയ്ക്കുള്ള ഡിമാൻഡ് കുറയുകയാണെങ്കിൽ സ്വാഭാവികമായും അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണയുടെ വില, ക്രൂഡ് ഓയിൽ വില കൂടുതൽ ഉയരത്തിലേക്ക് പോകും. ഇങ്ങനെ പോവുകയാണെങ്കിൽ US ഫെഡിന് അവരുടെ പലിശ നിരക്ക് കുത്തനെ ഉയർത്തേണ്ടി വരും. ഇങ്ങനെ ഉയർത്തുകയാണെങ്കിൽ അത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ഒരു തിരിച്ചടിയാകും എന്ന് പുടിൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിലവിൽ തന്നെ വലിയ രീതിയിലുള്ള ട്രഷറി ബ്ലോക്ക് അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ നാസ പോലും പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്. അതൊക്കെ വയ്ക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾക്ക് വലിയ ദൂരവ്യാപകമായ അർത്ഥങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അജയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ആരാകും ആ വലിയ ഭാഗ്യശാലി? ഒരുപാട് ഭാഗ്യാന്വേഷികൾ കാത്തിരിക്കുന്ന തിരുവോണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് നാളെയാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അച്ചടിച്ച ടിക്കറ്റുകൾ വിറ്റുപോകാതിരുന്ന പശ്ചാത്തലത്തിലാണ് നറുക്കെടുപ്പ് ഒരാഴ്ച കൂടി നീട്ടിവെച്ചത്. 75 ലക്ഷം ടിക്കറ്റുകളാണ് ലോട്ടറി വകുപ്പ് അച്ചടിച്ചത്. പാലക്കാട് സീരീസ് ടിക്കറ്റുകൾക്ക് ഇത്തവണയും ആവശ്യക്കാർ ഏറെയുണ്ട്. തിരുവോണം ബമ്പറിന്റെ നറുക്കെടുപ്പിന് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ ആകാംക്ഷയിലാണ് ഭാഗ്യാന്വേഷികൾ. ടിക്കറ്റുകൾ മുഴുവൻ വിറ്റുപോകാതിരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ 27-ാം തീയതി നടക്കേണ്ടിയിരുന്ന നറുക്കെടുപ്പ് 4-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായത്. 75 ലക്ഷം ടിക്കറ്റുകളായിരുന്നു ഇത്തവണ അച്ചടിച്ചത്. പക്ഷേ അതിൽ മുഴുവൻ ടിക്കറ്റുകളും ഡീലർമാർക്ക്, ഏജന്റുമാർക്ക് വിറ്റിരുന്നെങ്കിലും അവിടെ നിന്ന് അത് ചെറുകിട കച്ചവടക്കാർക്ക് അധികം എത്തുന്നതിൽ താമസം നേരിടുകയും കടുത്ത പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാകുകയും ചെയ്തതോടെയാണ് ടിക്കറ്റുകൾ പൂർണ്ണമായി വിറ്റുപോകാത്ത സ്ഥിതിയുണ്ടായത്. അങ്ങനെയാണ് ഈ നറുക്കെടുപ്പ് 4-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായത്. പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് 14 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റുപോയ പാലക്കാടാണ് 1-ാം സ്ഥാനത്തുള്ളത്. 2-ാം സ്ഥാനത്ത് തൃശൂരാണ്. അവിടെ ഏതാണ്ട് 9,37,000 ചില്ലുമാനം ടിക്കറ്റുകൾ തൃശൂരിലും, തിരുവനന്തപുരത്ത് 8,75,000 ടിക്കറ്റുകൾ വിറ്റുപോയി തിരുവനന്തപുരം തൊട്ടു പിന്നിലായുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 71,40,000 തിരുവോണം ബമ്പർ ടിക്കറ്റുകളായിരുന്നു വിൽപ്പന നടത്തിയത്. അതിൽ തന്നെ 1-ാം സമ്മാനമായി 25 കോടി രൂപ ഭാഗ്യവാന് ലഭിക്കുമ്പോൾ 1 കോടി രൂപ വീതം 2-ാം സമ്മാനമായി 20 പേർക്ക് ലഭിക്കും. 3-ാം സമ്മാനമായി 50 ലക്ഷം രൂപ വീതം 20 പേർക്ക് ലഭിക്കുമെന്നതാണ് പ്രത്യേകം. ഞാനിപ്പോൾ ഉള്ളത് കിഴക്കേക്കോട്ടയിലെ ഏറ്റവും കൂടുതൽ ഈ തിരുവോണം ബമ്പർ ടിക്കറ്റുകൾ വിറ്റുപോകുന്ന ഒരു ലോട്ടറി സ്ഥാപനത്തിലാണ്. എങ്ങനെയുണ്ട്? ഒരു ദിവസം മാത്രമാണ് ബാക്കി.
നറുക്കെടുപ്പിന് എങ്ങനെയുണ്ട്? നറുക്കെടുപ്പ് ഈ 4-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചെങ്കിലും അതനുസരിച്ച് കച്ചവടം നല്ലൊരു നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാടിനാണ് എല്ലാവർക്കും പ്രിയം. 1 സമ്മാനം, 2 സമ്മാനം തിരുവനന്തപുരത്താണ് വന്നിരിക്കുന്നത്. വിറ്റ് തീർന്നതിന്റെ റെക്കോർഡ് മിക്കതായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ മിച്ചമുള്ള ഏതൊക്കെയാണ്? ചിലത് കൊല്ലവും മലപ്പുറവുമാണ് ഉള്ളത്. അത് കുറെ തീർന്നുകൊണ്ടിരിക്കും. തിരുവനന്തപുരം നല്ല രീതിയിൽ പോകുന്നുണ്ട്. മിച്ചമുള്ളത് കൊല്ലവും മലപ്പുറം. അപ്പൊ ഇത്തവണ അറിയാതെ കൊല്ലത്തോ മലപ്പുറത്തോ അങ്ങാനോ പ്രൈസെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഈ 4-ാം തീയതിയിലേക്ക് ഈ നറുക്കെടുപ്പ് മാറ്റിയത് നിങ്ങൾക്ക് ഗുണം ചെയ്തോ? പിന്നെ തീർച്ചയായും. കാരണം ഈ മഴയൊക്കെ വന്നത് കൊണ്ട് കാരണം കച്ചവടം അല്പം മോശമായിരുന്നു ബമ്പറിന്റെ. ഇനി ഇത്ര ടിക്കറ്റുകളൂടെ ഉള്ളൂ, ബാക്കിയെല്ലാം അതെ. അപ്പൊ ഇത്തവണ ഏത് ജില്ലയിലായിരിക്കും? എന്തെങ്കിലും പ്രവചനമുണ്ടോ? പ്രതീക്ഷ തിരുവനന്തപുരമാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. പല ജില്ലകളിലെ ടിക്കറ്റുകൾ, അതിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വാങ്ങുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് എന്നാണ്. പാലക്കാട് ജില്ലയിലെ ടിക്കറ്റുകൾക്കാണ് ഈ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഏറുന്നത് എന്നാണ് ജീവനക്കാർ തന്നെ പറയുന്നത്. എന്തായാലും കാത്തിരിക്കുകയാണ് കേരളം. ആരാകും ആ ഭാഗ്യവാൻ എന്നറിയാൻ. ഒരു ദിനം മാത്രം ബാക്കി നിൽക്കുന്നു. 25 കോടി സ്വന്തമാക്കുന്ന ആ മലയാളി തിരുവോണം ബമ്പർ നറുക്കെടുപ്പിലെ ആ ഭാഗ്യശാലി ആരെ എന്നറിയാൻ. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടിക്ക് കോടതി 67 വർഷം തടവ് ശിക്ഷ വിധിച്ചു. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ഇന്ന് ശിക്ഷ വിധിച്ചത്. പ്രതി 72,000 രൂപ പിഴയായി ഒടുക്കണം. ഇതിൽ 50,000 രൂപ ഇരയ്ക്ക് നൽകണമെന്നും കോടതി വിധിച്ചു. പോക്സോ കേസിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. പാലക്കാട് പുതുനഗരം ചെട്ടിയത്തുകുളമ്പ് ബ്രാഞ്ച് സെക്രട്ടറി, പുതുനഗരം വാര്യത്തുകളം N ഷാജിയാണ് അറസ്റ്റിലായത്. കൊടുവായൂരിൽ കായിക ഉപകരണങ്ങൾ വിൽക്കുന്ന സ്പോർട്സ് ഷോപ്പ് നടത്തുന്ന ആളാണ് പ്രതി. ജേഴ്സി വാങ്ങാൻ കടയിലെത്തിയ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇയാൾ ഉപദ്രവിച്ചത്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംഭവത്തെ തുടർന്ന് CPM ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മറ്റൊരു ദുഃഖവാർത്ത. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ TJS ജോർജ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ബംഗളൂരുവിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 97 വയസ്സായിരുന്നു. ഇന്ത്യയിലും വിദേശത്തുമായി 1/2 നൂറ്റാണ്ടിലധികം അദ്ദേഹം മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 1950-ൽ ബോംബെയിലെ ഫ്രീ പ്രസ് ജേർണലിലാണ് പത്രപ്രവർത്തന ജീവിതം ആരംഭിച്ചത്. ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദ സെർച്ച് ലൈറ്റ്, ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ എന്നിവയിൽ മാധ്യമ പ്രവർത്തകനായിരുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 20 ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ന്യൂസ് at 9 ഇതോടെ പൂർണ്ണമാവുകയാണ്. ഇനി പോലീസ് പെട്രോൾ കാണാം.